മക്കളെ, വെൽക്കം ബാക്ക് ടു RK Next ആൻഡ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. അത്ര സുഖമൊന്നും ഇല്ലാന്നല്ലേ? എക്സാം എന്ത് ചെയ്തു? എക്സാം ഇങ്ങനെ നമ്മൾ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ് അല്ലേ? പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് ചെയ്താണ്? ഇംഗ്ലീഷിൽ നമ്മളെ A+ എന്ത് ചെയ്താണ്? A+ നമ്മൾ ഉറപ്പിച്ച കാര്യമാണ് അല്ലേ? പിന്നെ നമുക്ക് എന്തിനാണ് ടെൻഷൻ? ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒന്നുകൂടെ A+ ഉറപ്പിക്കുക. അതിനുവേണ്ടി എൻ്റെ മക്കളൊക്കെ എന്ത് ചെയ്യുക? തയ്യാറായിട്ട് നിൽക്കുക. എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് ഉഷാറായിട്ട് നിൽക്കുക. അടിച്ച് പൊളിച്ച് ഉഷാറായി നിന്നാലേ എന്ത് ചെയ്യൂ നമുക്ക് A+ ഉറപ്പിക്കാൻ വേണ്ടി പറ്റൂ. ആരും ഇംഗ്ലീഷ് അല്ലേ എന്നുള്ള മുഖത്തോടൊന്നും ആരും ഇരിക്കരുത്. നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഇരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. നമ്മൾ വെറുതെ ഇങ്ങനെ ലാഗ് അടിക്കുന്നില്ല. അപ്പൊ നമുക്ക് എവിടേക്ക് പോവാം? നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ഇത് നമ്മുടെ മോസ്റ്റ് പ്രഡിക്ഷനിൽ നിൽക്കുന്ന ഒരു പോയമാണ് അല്ലേ? എല്ലാവർക്കും അറിയുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് ഭയങ്കര എന്താ പറയാ ഇൻസ്പിറേഷൻ ഒക്കെ വന്ന് ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ചാപ്റ്റർ ആണ് എന്ത്? ദ സീഡ്ലിംഗ്. എന്ത്? ദ സീഡ്ലിംഗ്. ആരായിരുന്നടാ ദ സീഡ്ലിംഗ് എഴുതിയത്? ആരായിരുന്നു? യെസ്, പറഞ്ഞാട്ടെ, ഞാൻ കേൾക്കും. പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ആരാണ് സീഡ്ലിംഗ് എഴുതിയത്? യെസ്, യു ആർ റൈറ്റ്. ആരാ എഴുതിയത്? പോൾ ലോറൻസ് ഡംബർ ആണ് എന്ത് എഴുതിയത്? നമ്മുടെ പോയമായ ദ സീഡ്ലിംഗ് എഴുതിയത് ദ പോൾ ലോറൻസ് ഡംബർ ആണ് അല്ലേ? അപ്പോ എന്താണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതെന്ന് മക്കൾക്ക് അറിയോ? എന്താണ്? എല്ലാവർക്കും ഓർമ്മയില്ലേ? ഒന്ന് റീകോൾ ചെയ്ത് എടുത്ത് എന്താണ് നമ്മുടെ ദ സീഡ്ലിംഗ് എന്ന് പറയുന്ന? യെസ്, ഈ പോയത്തില് എന്താണ് നമ്മളോട് പറഞ്ഞത്? പ്രോബ്ലംസിനൊക്കെ അല്ലേ? നമ്മുടെ പ്രോബ്ലംസിനൊക്കെ എന്താക്കാനാണ് പറഞ്ഞത്? യെസ്, ഓപ്പർച്യൂണിറ്റി ആക്കാനാണ് അല്ലേ പറഞ്ഞത്? നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? നമുക്കാണെങ്കിൽ പഠിക്കാതിരിക്കാൻ 100 പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? ആ പ്രശ്നങ്ങളെ ഒക്കെ എന്താക്കാനാണ് പറഞ്ഞത്? നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ മക്കൾ ഓർക്കുക, ഈ പോയം നമുക്ക് എന്താണ്? നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഈ പാഠത്തിന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? അപ്രീസിയേഷൻ പ്രതീക്ഷിക്കാം. ഈ പോയത്തിന്റെ അപ്രീസിയേഷൻ എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. അപ്പൊ മക്കളെ, നമുക്കറിയാം അപ്രീസിയേഷൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡയറക്റ്റ് ആയിട്ട് റൈറ്റ് ബ്രീഫ് അപ്രീസിയേഷൻ ഓഫ് ദി പോയം ദ സീഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം നമുക്ക് വരില്ല. നമുക്ക് എങ്ങനെയാണ് വരിക? നമുക്ക് വരിക എങ്ങനെയാണ്? യെസ്, പാഠത്തിൽ നിന്നുള്ള ലൈന് തന്നിട്ടാണ് എന്ത് ചെയ്യുക? ലൈന് തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും? നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിനുശേഷമാണ് എന്ത് ചെയ്യുക? നമ്മളോട് അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടി പറയാ. കറക്റ്റ് അല്ലേ? ആണ്. അപ്പോ അത് ഏത് പാഠത്തിൽ നിന്നുള്ളതാണ് അല്ലെങ്കിൽ ഏത് പോയാണ് എന്ന് മനസ്സിലാക്കണം. എൻ്റെ മക്കൾ എന്ത് ചെയ്യണടാ? കോപ്പി അടിക്കണോ? അല്ല അല്ലേ? എന്ത് ചെയ്യണം? യെസ്, എൻ്റെ മക്കളെ നന്നായിട്ട് വായിക്കണം. വായിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ? ഏത് പോയമാണ് അപ്രീസിയേഷൻ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് പോയത്തിലേക്ക് ഒന്ന് പോയാലോ? ഇതാണ് നമ്മുടെ ആദ്യത്തെ പോൾ ലോറൻസ് ഡംബറിന്റെ സീഡ്ലിംഗ് എന്ന് പറയുന്ന പോയത്തിലെ ആദ്യത്തെ 4 വരിയാണ് അല്ലേ? ദ സീഡ്ലിംഗ്. എന്താടാ സീഡ്ലിംഗ് എന്ന് പറഞ്ഞാല്? യെസ്, പറഞ്ഞേ, എന്താണ് സീഡ്ലിംഗ് എന്ന് പറഞ്ഞാല്? യെസ്, എന്താണ്? ഒരു കുഞ്ഞു തൈനെയാണ് നമ്മൾ എന്ത് പറയാ? സീഡ്ലിംഗ് എന്ന് പറയാ. എന്താണ്? ഒരു കുഞ്ഞു തൈനെയാണ് നമ്മൾ എന്ത് പറയാ? സീഡ്ലിംഗ് എന്ന് പറയാ അല്ലേ? യെസ്, അപ്പൊ ആദ്യത്തെ ലൈൻ നോക്കിയേ. As a quaint little seedling lay within its darksome bed. നമ്മുടെ ശാന്തമായിട്ടുള്ള ലിറ്റിൽ സീഡ്ലിംഗ് എവിടെയാണ് കിടക്കുന്നത്? ലേ വിത്തിൻ ഇറ്റ്സ് darksome bed. ഏതിന്റെ അടിയിലാണ്? ലേ, മണ്ണിനടിയിലാണ് അല്ലേ? മണ്ണിനടിയിലാണ് ആര് കിടക്കുന്നത്? നമ്മുടെ ലിറ്റിൽ സീഡ്ലിംഗ് കിടക്കുന്നത് അല്ലേ? ഇവിടെ എന്തുകൊണ്ടാണ് darksome bed എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ്? അത് ഏതിന്റെ അടിയിലാടാ? മണ്ണിന്റെ അടിയിലാണ്, സോയിലിന്റെ അണ്ടറിലാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? darksome bed എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? പിന്നെന്താ? To itself it fell a talking and this is what it said. അപ്പോ നമ്മുടെ ഈ ലിറ്റിൽ സീഡ്ലിംഗ് മണ്ണിന്റെ അടിയിലാണ് കിടക്കുന്നത്. അപ്പോ ലിറ്റിൽ സീഡ്ലിംഗ് എന്ത് ചെയ്യാണ്? ലിറ്റിൽ സീഡ്ലിംഗ് അതിനോട് തന്നെ സംസാരിക്കുകയാണ് അല്ലേ? നമ്മുടെ സീഡ്ലിംഗ് അതിനോട് തന്നെ എന്ത് ചെയ്യാണ്? അതിനോട് തന്നെ സംസാരിക്കുകയാണ്. And this is what it said. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്താണ് ലിറ്റിൽ സീഡ്ലിംഗ് അതിനോട് തന്നെ പറഞ്ഞിട്ടുള്ളത്? And this is what it said. ഇതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അത് ലിറ്റിൽ സീഡ്ലിംഗിനോട് തന്നെ പറഞ്ഞിട്ടുള്ളത്. I am not so very robust, but I will do the best I can. Yes, എന്താ പറഞ്ഞിട്ടുള്ളത്? I am not so very robust. എന്താണ് robust എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പഴാണോ?
അല്ല അല്ലേ? എന്താണ് റോബസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? റോബസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് എന്നാണ് അർത്ഥം. എന്താണ്? സ്ട്രോങ് എന്നാണ് അർത്ഥം. ഇപ്പൊ എന്താ പറഞ്ഞേ? ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്. ഞാൻ എന്തല്ല? ഞാൻ വളരെ സ്ട്രോങ് ഒന്നും അല്ല. ഞാൻ വളരെ അങ്ങനെ അത്രയ്ക്ക് സ്ട്രോങ് ഒന്നും അല്ല. പക്ഷെങ്കിലോ ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. യെസ്, എന്താ പറഞ്ഞത്? എനിക്ക് കഴിയുന്നതിന്റെ ബെസ്റ്റ് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കഴിയുന്നതിന്റെ ബെസ്റ്റ് ഞാൻ ചെയ്യും എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? സീഡ്ലിങ്ങിനോട് പറഞ്ഞിട്ടുള്ളത്. സീഡ്ലിംഗ് പറയാണ് എന്ത്? ഞാൻ അത്ര സ്ട്രോങ് ഒന്നും അല്ല, പക്ഷെങ്കിലോ ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. പക്ഷെ എനിക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ ബെസ്റ്റ് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചെയ്യും. And the seedling from that moment its work of life began. Yes, seedling ആ മൊമെന്റിൽ എന്ത് തുടങ്ങി? ജീവിതം തുടങ്ങാനുള്ള, ലൈഫ് തുടങ്ങാനുള്ള വർക്ക് ആര് തുടങ്ങി? യെസ്, നമ്മുടെ സീഡ്ലിംഗ് തുടങ്ങി. And the seedling from that moment its work of life began. ആ മൊമെന്റിൽ, അതായത് ഏത് മൊമെന്റ്? നമ്മുടെ സീഡ്ലിംഗ് പറഞ്ഞില്ലേ, എനിക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ ബെസ്റ്റ് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചെയ്യും എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ സീഡ്ലിംഗ് പറഞ്ഞിട്ടുണ്ട്. ആ മൊമെന്റ് മുതൽ നമ്മുടെ സീഡ്ലിംഗ് എന്ത് തുടങ്ങി? ലൈഫ് ബിഗിൻ. ലൈഫ് തുടങ്ങാനുള്ള വർക്ക് ആര് തുടങ്ങി? നമ്മുടെ സീഡ്ലിംഗ് തുടങ്ങി. അതാണ് ഈ സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ പറഞ്ഞത്? സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ്. അതുകൊണ്ട് അത് എന്ത് ചെയ്തു? ഒരു ചെറിയ ലീഫ്ലെറ്റ്, ഒരു ചെറിയ ഇല എന്ത് ചെയ്തു? പുഷ് ചെയ്തു. എന്ത് ചെയ്തു? പുഷ് ചെയ്തു. എങ്ങോട്ടേക്ക്? പുറത്തോട്ടേക്ക് തള്ളിയിട്ടു. up into the light of the day. എവിടേക്കാ തള്ളിവിട്ടത്? ഡേയിലേക്ക് അല്ലേ? വെളിച്ചത്തിലേക്ക്. അപ്പൊ ഈ അണ്ടർ ദ സോയിൽ അല്ലേ കിടക്കുന്നത്. അപ്പൊ ആ സീഡ്ലിംഗ് എന്ത് ചെയ്തു? ഒരു ചെറിയ ലീഫ്ലെറ്റിനെ എങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു? യെസ്, എവിടേക്ക് പറഞ്ഞയച്ചു? ലൈറ്റ് ഓഫ് ദ ഡേ. എങ്ങോട്ടേക്കാ? ലൈറ്റ് ഓഫ് ദ ഡേയിലേക്ക്, വെളിച്ചത്തിലേക്ക് പറഞ്ഞയച്ചു. പിന്നെയോ ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ് ആൻഡ് ഷോ ദ റെസ്റ്റ് ഓഫ് ദ വേ. എന്തിനു വേണ്ടിയിട്ടാ പറഞ്ഞയച്ചത്? എന്തിനു വേണ്ടിയിട്ട് സീഡ്ലിംഗ് ലീഫ്ലെറ്റിനെ പറഞ്ഞയച്ച മക്കളെ? യെസ്, ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ്. യെസ്, ചുറ്റുപാടുകളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടും. പിന്നെയോ ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ. യെസ്, വരുന്ന വഴികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടും ആര്? നമ്മുടെ സീഡ്ലിംഗ് ഒരു ലീഫ്ലെറ്റിനെ പുറത്തേക്ക് പുഷ് ചെയ്തു. പുറത്തേക്ക് എന്ത് ചെയ്തു? ഒന്ന് പുഷ് ചെയ്ത് വിട്ടു. യെസ്, ഈ സ്റ്റാൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താ? The leaflet like the prospect. Yes, നമ്മുടെ ലീഫ്ലെറ്റ് പുറത്തേക്ക് വന്ന ലീഫ്ലെറ്റിലെ കുഞ്ഞില, ആ കുഞ്ഞിലേക്ക് എന്ത്? The leaflet like the prospect. നമ്മുടെ ലീഫ്ലെറ്റിന് ആ പ്രോസ്പെക്ട്, കാഴ്ചകളും പ്രതീക്ഷകളും ഒക്കെ ആർക്ക് ഇഷ്ടപ്പെട്ടു? നമ്മളെ പുറമേയുള്ള കാഴ്ചകളൊക്കെ ആർക്ക് ഇഷ്ടപ്പെട്ടു? യെസ്, നമ്മുടെ ലീഫ്ലെറ്റിന് ഇഷ്ടപ്പെട്ടു. So it called its brother stem. അപ്പൊ നമ്മുടെ സീഡ്ലിങ്ങിനെ എന്താ പുറത്തെ കാഴ്ചകളൊക്കെ എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടു അല്ലേ? അതുകൊണ്ട് സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദർ. അയാൾ ആരെ വിളിച്ചു? നമ്മുടെ ലീഫ്ലെറ്റ് ആരെ വിളിച്ചു? ലീഫ്ലെറ്റിന്റെ ബ്രദറിനെ വിളിച്ചു. ആരാ ലീഫ്ലെറ്റിന്റെ ബ്രദർ? യെസ്, സ്റ്റെം ആണ് ലീഫ്ലെറ്റിന്റെ ബ്രദർ അല്ലേ? അപ്പോ നമ്മുടെ സീഡ്ലിങ്ങിന് കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മുടെ ലീഫ്ലെറ്റ് എന്ത് ചെയ്തു? ആരെ വിളിച്ചു? യെസ്, ആരെ വിളിച്ചു? ബ്രദറിനെ, ലീഫ്ലെറ്റിന്റെ ബ്രദർ ആയ സ്റ്റെമ്മിനെ വിളിച്ചു. Then two other leaflets heard it. ആ വിളി ആര് കേട്ടടാ? യെസ്, ആ വിളി രണ്ട് അതർ ലീഫ്ലെറ്റ്സ്, മറ്റ് രണ്ട് ചെറിയ ഇലകൾ കൂടെ എന്ത് ചെയ്തു? നമ്മുടെ സ്റ്റെമ്മിനെ വിളിച്ച വിളി എന്ത് ചെയ്തു? കേട്ടു. ആൻഡ് ക്വിക്ക്ലി ഫോളോഡ് ദം. പെട്ടെന്ന് തന്നെ ആരും വയ്യ പോയി. യെസ്, ആര് തന്നെ പുറകെ പോയി? നമ്മുടെ ഈ ബാക്കിയുള്ള രണ്ട് ലീഫ്ലെറ്റ് കൂടി എങ്ങോട്ട് പോയി? സ്റ്റെമ്മിനെ വിളിച്ച വിളി കേട്ടിട്ട് ബാക്കിയുള്ള ലീഫ്ലെറ്റ് കൂടെ പുറത്തേക്ക് എന്ത് ചെയ്തു? പോയി. ദ ലീഫ്ലെറ്റ് ലൈക്ക് ദി പ്രോസ്പെക്ട്. ലീഫ്ലെറ്റ് എന്ത് ചെയ്തു? പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു. സോ ഇറ്റ്സ് കോൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റെം. അതുകൊണ്ട് ആ ലീഫ്ലെറ്റ് ആരെ വിളിച്ചു? സ്റ്റെമ്മിനെ, ബ്രദറായ സ്റ്റെമ്മിനെ വിളിച്ചു. ആ വിളി ആര് കേട്ടു? ദെൻ അതർ ലീഫ്ലെറ്റ്സ് ഹേർഡ്. മറ്റുള്ള ലീഫ്ലെറ്റ്സും കൂടി കേട്ടു. പെട്ടെന്ന് തന്നെ ആരും പോന്നു? പെട്ടെന്ന് തന്നെ മറ്റുള്ള ലീഫ്ലെറ്റ്സ് കൂടെ പുറത്തേക്ക് പോന്നു. Okay, to be sure, the haste and hurry made the seedling sweat and pant. Yes, എന്താ പറഞ്ഞേ? To be sure, തീർച്ചയായും എന്താ? The haste and hurry. എന്താ haste and hurry എന്ന് പറഞ്ഞാൽ? ആ തിടുക്കവും വേഗതയൊക്കെ നമ്മുടെ സീഡ്ലിങ്ങിനെ എന്ത് ചെയ്തു? നമ്മുടെ സീഡ്ലിങ്ങിനെ sweat and pant. എന്താ pant എന്ന് പറഞ്ഞാല്? കിതയ്ക്കുക. അപ്പൊ sweat and pant എന്ന് പറഞ്ഞാൽ എന്താ? വേർക്കുകയും കിതയ്ക്കുകയും ഒക്കെ ചെയ്തു. എന്ത്? പുറത്തേക്ക് വരേണ്ട ആ തിടുക്കത്തില് എന്ത് ചെയ്തു? ഹേസ്റ്റ് ആൻഡ് ഹറി, ആ വേഗത്തിലും തിരക്കിലും നമ്മുടെ സീഡ്ലിങ്ങിന് എന്ത് ചെയ്തു? സീഡ്ലിങ്ങിന് സ്വെറ്റ് ആൻഡ് പാൻറ്, കിതയ്ക്കുകയും വേർക്കുകയും ഒക്കെ ചെയ്തു.
ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്. എന്താ പറഞ്ഞത്? അപ്പൊ ഈ കിതപ്പും വേർപ്പും ഒക്കെ നമ്മുടെ സീഡ്ലിംഗ് അറിയുന്നതിന് മുന്നേ തന്നെ ആ സീഡ്ലിംഗ് എന്തായി മാറിയിരുന്നടാ? യെസ്, ആ സീഡ്ലിംഗ് ഒരു പ്ലാന്റ് ആയിട്ട്, ഒരു ചെടിയായി മാറിയിരുന്നു. മനസ്സിലായോ? ആ വേർപ്പും കിതപ്പും ഒക്കെ നമ്മുടെ സീഡ്ലിംഗ് അറിയുന്നതിന് മുന്നേ തന്നെ ആ സീഡ്ലിംഗ് എന്തായി മാറി? ആ സീഡ്ലിംഗ് ഒരു പ്ലാന്റ് ആയിട്ട് എന്ത് ചെയ്തു? ഒരു സീഡ്ലിംഗ് പ്ലാന്റ് ആയിട്ട് മാറി. The sunshine poured upon it. അപ്പൊ നമ്മുടെ സൺഷൈൻ, സൂര്യപ്രകാശം എന്ത് ചെയ്തു? poured upon it. അതെ, നമ്മുടെ സീഡ്ലിംഗിന്റെ പുറത്തെ, ആ ചെടിയുടെ പുറത്തേക്ക് എന്ത് ചെയ്തു? സൂര്യപ്രകാശം ഇങ്ങനെ ഒഴുകി വന്നു. poured എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകി വരിക. അപ്പൊ എന്ത് ചെയ്തു? ആ സൂര്യപ്രകാശം ഇങ്ങനെ ഒഴുകി വന്നു. പിന്നെയോ, and the clouds they gave a shower. മേഘങ്ങളൊക്കെ എന്ത് ചെയ്തു? എന്ത് ചെയ്തടാ? യെസ്, മേഘങ്ങളൊക്കെ ഷവർ, മഴ പെയ്തു. And the little plant kept growing. Yes, നമ്മുടെ ലിറ്റിൽ പ്ലാന്റ് എന്ത് ചെയ്തു? kept growing. എന്ത് ചെയ്യാ? വളരാൻ വേണ്ടി തുടങ്ങി. till it found itself a flower. എന്താ? ഒരു ഫ്ലവർ, ഒരു പൂവാകുന്നത് വരെ എന്ത് ചെയ്തു? പൂവാകുന്നത് വരെ ആ സീഡ്ലിംഗ്, ആ ലിറ്റിൽ പ്ലാന്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? ലിറ്റിൽ പ്ലാന്റ് ഇങ്ങനെ വളരാൻ വേണ്ടി, ഗ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. Little fox, be like the seedling. Always do the best you can. Every child must share life's labor just as well as every man. Yes, little fox. ഇത് പോയറ്റ് ആരോടാണ് പറയുന്നത്? പോയറ്റ് നിങ്ങളോടാണ് പറയുന്നത്. ലിറ്റിൽ ഫോക്സ്, കുട്ടികളെ. ലിറ്റിൽ ഫോക്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ. എന്താണ്? ബി ലൈക്ക് ദി സീഡ്ലിംഗ്. നമ്മൾ ആരെ പോലെ ആയിരിക്കണം? നമ്മള് സീഡ്ലിങ്ങിനെ പോലെ ആയിരിക്കണം. യെസ്, ആരെ പോലെ ആയിരിക്കണം? യെസ്, ഞാൻ നോക്കുകയെ, ആരെ പോലെ ആയിരിക്കണം? ആരും എവിടെയും പോകരുത്, ഇവിടെ തന്നെ വേണം. യെസ്, നമ്മൾ ആരെ പോലെ ആയിരിക്കണം എന്നാ പറഞ്ഞത്? നമ്മള് സീഡ്ലിങ്ങിനെ പോലെ ആയിരിക്കണം. ഇല്ലേ? സീഡ്ലിംഗ് എന്താ പറഞ്ഞത്? ഓർമ്മയില്ലേ? സീഡ്ലിംഗ് എന്താ പറഞ്ഞേന്ന്? എന്താടാ പറഞ്ഞേ? യെസ്, ഞാൻ ഭയങ്കര വീക്ക് ആണെങ്കിലും എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്യും എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ സീഡ്ലിംഗ് നമ്മളോട് പറഞ്ഞത്, അല്ലേ? അപ്പൊ നമ്മളോട് പോയിട്ട് പറയാണ്, കുട്ടികളെ, നമ്മളും ആരെ പോലെ ആയിരിക്കണം? നമ്മളും സീഡ്ലിങ്ങിനെ പോലെ ആയിരിക്കണം. നമുക്ക് കഴിയുന്നതിന്റെ ബെസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യൂലേ? ചെയ്യൂടാ? ആ ബെസ്റ്റ് നമ്മൾ ഇന്ന് എവിടെ കാണിച്ചു കൊടുക്കും? നമ്മുടെ എക്സാം പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കും, അല്ലേ? അപ്പൊ നമ്മൾ ആരെ പോലെയാണ്? നമ്മള് സീഡ്ലിങ്ങിനെ പോലെ തന്നെയാണ്. യെസ്, നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സീഡ്ലിങ്ങിനെ പോലെ തന്നെയാണ്. പിന്നെ എന്താ പറയാ? ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ. നിങ്ങൾക്ക് കഴിയുന്നതിന്റെ ബെസ്റ്റ് തന്നെ ചെയ്യാനാണ് പറഞ്ഞത്, അല്ലേ? ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ. നിങ്ങൾക്ക് കഴിയുന്നതിന്റെ ബെസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ എവരി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ. അപ്പോൾ ലൈഫിലെ കഷ്ടപ്പാടുകളൊക്കെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം? എല്ലാ കുട്ടികളും ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ എന്താ പറഞ്ഞ, എല്ലാവരും, കുട്ടികളും അതെന്ത് ചെയ്യണം? ആ ലൈഫ് ലേബർ, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളൊക്കെ ഷെയർ ചെയ്യണം എന്നാ പറഞ്ഞ. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഞാള് കുട്ടികളല്ലേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നിങ്ങൾക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പിന്നെയോ, ജസ്റ്റ് ആസ് വെൽ ആസ് എവരി മാൻ. എല്ലാ മനുഷ്യരെ പോലെയും, എല്ലാ മാനിനെ പോലെയും, അതായത് എല്ലാവരും പറയും പോലെയും, അവരുടെ ലൈഫ് ലേബർ കഷ്ടപ്പാടുകളൊക്കെ പറയും പോലെയും നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങളുടെ കുട്ടികളാണെന്ന് കരുതിയിട്ട് നിങ്ങളെ കഷ്ടപ്പാടല്ലാണ്ടിരിക്കുവോ, അല്ലേ? എന്ന് കരുതി എക്സാമിന് കഷ്ടപ്പാട് പറയണ്ട, അത് പഠിച്ചേ മതിയാവും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ, നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങളെ ഷെയർ ചെയ്യണം എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ പോയറ്റ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? യെസ്. ആൻഡ് ദ സൺ ആൻഡ് ഷവർ വിൽ ഹെൽപ്പ് യു. അപ്പൊ നമ്മുടെ സീഡ്ലിങ്ങിന് ആര് ഹെൽപ്പ് ചെയ്തിരുന്നു? സണ്ണും റെയിനും ക്ലൗഡൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? അതുപോലെ തന്നെ സൂര്യനും മഴയും ഒക്കെ എന്ത് ചെയ്യും? നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ത്രൂ ദി ലോൺസം സ്ട്രഗിളിംഗ് ഹവേഴ്സ്. എന്താ? നിങ്ങളുടെ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന, ബുദ്ധിമുട്ടുന്ന സമയങ്ങളിലും നിങ്ങളെ ആര് ഹെൽപ്പ് ചെയ്യും? നിങ്ങളെ മഴയും സൂര്യനൊക്കെ നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സീഡ്ലിങ്ങിനെ സഹായിച്ചത് ഓർമ്മയില്ല? അതുപോലെ ആരെയും ഹെൽപ്പ് ചെയ്യും? നിങ്ങളെയും ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താ പറഞ്ഞ, till you raise to light and beauty virtues fair unfading flower. എന്താ പറഞ്ഞ, എവിടം വരെ? മൂല്യങ്ങൾ, വെർച്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? മൂല്യങ്ങൾ. എന്താ പറഞ്ഞ, മൂല്യങ്ങൾ നിൽക്കുന്ന, അൺഫെയ്ഡ് ആയി പോകാത്ത ഫ്ലവർ ആകുന്നത് വരെ, അതായത് നമ്മുടെ സീഡ്ലിങ്ങിനെ പോലെ മൂല്യങ്ങളൊക്കെയുള്ള, ധാർമ്മികതയൊക്കെയുള്ള,
ഫെയ്ഡായി പോകാത്ത ഫ്ലവർ ആകുന്നത് വരെ നിങ്ങളെയും ആര് ഹെൽപ്പ് ചെയ്യും? നിങ്ങളെയും ആര് ഹെൽപ്പ് ചെയ്യും? ഈ മഴയും സൂര്യനൊക്കെ നിങ്ങളെയും എന്ത് ചെയ്യും? നിങ്ങളെയും ഹെൽപ്പ് ചെയ്യും എന്നാണ് പോയറ്റ് ആരോട് പറഞ്ഞിട്ടുള്ളത്? പോയറ്റ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? യെസ്. അപ്പോ എന്താ പറഞ്ഞ മക്കളെ, ഈ പോയത്തിൽ നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയാണ്. നമ്മളിപ്പോ ഒന്ന് ക്വിക്കായിട്ടൊന്ന് ഓടി വന്നു നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ പോയം ഒന്ന് ക്വിക്കായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ ഈ പാഠത്ത് നിന്ന്, ഈ പോയത്തിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? എന്ത് പ്രതീക്ഷിക്കടാ? യെസ്, എന്ത് പ്രതീക്ഷിക്കാം? അപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഷുവർ ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അപ്രീസിയേഷൻ. അല്ലേടാ? യെസ് ആണ് അല്ലെ? അപ്പോ അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് കിട്ടിയാൽ മതി വാരി വലിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? എഴുതി കൊടുക്കും. വേണമെങ്കിൽ അതിന്റെ ഇടയ്ക്ക് കൂടി നിങ്ങൾ എന്തും കൂടി കയറ്റും, KGF കഥയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സിനിമ കഥയും കൂടി കയറ്റും അല്ലെ? അങ്ങനെയൊന്നും ചെയ്തു വെക്കരുത്. അപ്പൊ അപ്രീസിയേഷൻ എഴുതുന്നതിന് മക്കളെ ഒരു ഫോമാറ്റ് ഉണ്ട്. എല്ലാത്തിനും ഫോമാറ്റ് ഉണ്ടോ മിസ്? എല്ലാത്തിനും ഫോമാറ്റ് ഉണ്ടടാ. അപ്പൊ അപ്രീസിയേഷൻ എഴുതുന്നതിനും എന്തുണ്ട്? അപ്രീസിയേഷൻ എഴുതുന്നതിനും ഒരു ഫോമാറ്റ് ഉണ്ട്. എന്താടാ? ആദ്യം നമ്മുടെ പോയറ്റിനെ ഒന്ന് മെൻഷൻ ചെയ്യണം. നമ്മുടെ പോയറ്റിനെ, ആരാണ് നമ്മുടെ പോയറ്റ്? പോൾ ലോറൻസ് ഡംബർ ആരാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മെൻഷൻ ചെയ്യണം. അമേരിക്കൻ പോയറ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അറ്റ്ലീസ്റ്റ് ഒന്നും ഓർമ്മയില്ലെങ്കിൽ ഈ ലൈൻ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഓർമ്മ വേണം. മനസ്സിലായോ? അമേരിക്കൻ പോയറ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ആ ലൈൻ എങ്കിൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യണം? ഓർമ്മ വേണം. പിന്നെ എന്താ? മെയിൻ തീം. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്തു? അപ്രീസിയേഷനിൽ പോയറ്റിനെ മെൻഷൻ ചെയ്തു. പോയറ്റിനെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? യെസ്, എന്താണ് കൊടുക്കേണ്ടത്? മെയിൻ തീം ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ പോയത്തിൽ പറഞ്ഞിട്ടുള്ള മെയിൻ തീം എന്താണ്? എന്താണടാ? സക്സസ് കം ത്രൂ സ്ട്രഗിൾ. യെസ്, സക്സസ് എങ്ങനെയാണ് വരുന്നത്? ഈസി ആയിട്ടാണോ വരുന്നത്? അല്ലല്ലേ, സക്സസ് വരുന്നത് സ്ട്രഗിളിലൂടെ തന്നെയാണ്, ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ്. നമ്മള് സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? നമുക്ക് സക്സസ് കൈവരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ തീം എന്ന് പറയുന്നത്. സക്സസ് കം ത്രൂ സ്ട്രഗിൾ അല്ലേ? ആണ്. പിന്നെടാ, ഗ്രോത്ത് നീഡ്സ് ഹാർഡ് വർക്ക്, പേഷ്യൻസ് ആൻഡ് പെർസിവറൻസ്. യെസ്, ഗ്രോത്ത്, നമ്മുടെ വളർച്ചയ്ക്ക് എന്തൊക്കെ വേണടാ? ഫുഡ് മാത്രം മതിയോ? പോരാ. എന്തൊക്കെ വേണം നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്? ഹാർഡ് വർക്ക് വേണം അല്ലേ? ഹാർഡ് വർക്ക്. നമുക്കൊരു സക്സസ് വേണമെങ്കിൽ എന്ത് വേണം? ഹാർഡ് വർക്ക് വേണം. ഇനി ഹാർഡ് വർക്ക് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. എന്തും കൂടെ വേണം? പേഷ്യൻസും കൂടെ വേണം. എന്തും കൂടെ വേണം? പേഷ്യൻസും കൂടെ വേണം. നമ്മളൊരു കാര്യം ചെയ്തോ, കിട്ടിയില്ല, എന്നാ പോട്ട്, എന്നെ കൊണ്ട് ഇതൊന്നും കഴിയില്ല എന്ന് കരുതി അവിടെ ഇട്ട് പോകാൻ പാടുണ്ടോ? പാടില്ല അല്ലേ? അപ്പൊ എന്ത് വേണം? ഹാർഡ് വർക്ക് വേണം. അതിന്റെ കൂടെ യെസ്, പേഷ്യൻസ് വേണം ആൻഡ് പെർസീവറൻസ്. പിന്നെ എന്ത് വേണം? പെർസീവറൻസ്, ഒരു സ്ഥിരോത്സാഹവും കൂടെ നമുക്ക് വേണം. പിന്നെ ഇതൊക്കെയല്ലേ മെയിൻ തീമായിട്ട് ഈ പോയത്തിൽ പറയുന്നേ? യെസ്. പിന്നെയോ, ലൈഫ് ടീച്ചേഴ്സ് us to do your best even when we are weak. എന്താ പറഞ്ഞേ? നമ്മളെ സീഡ്ലിങ്ങിന് ഓർമ്മയില്ലേ? യെസ്, നമ്മൾ വീക്ക് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്യണം. നമ്മൾ വീക്ക് ആണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്യണം. അപ്പൊ എൻ്റെ മക്കളെ, മിസ് തന്നിട്ടുള്ള ഈ 3 പോയിന്റും എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കേണ്ടതാണ്. കാരണം ഈ 3 പോയിന്റ് നമ്മുടെ പോയത്തിന്റെ സീഡ്ലിങ്ങിന്റെ മെയിൻ തീമുകളാണ്. അപ്പൊ വെറുതെ വാരി വലിച്ച് എഴുതാൻ നമുക്ക് എന്ത് ചെയ്യില്ല? നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം മക്കളെ? ഈ 3 പോയിന്റ് മക്കൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ക്ലിയർ അല്ലടാ? സിമ്പിൾ ആയിട്ടാണ് മിസ് എഴുതിയിട്ടുള്ളത്. സിമ്പിൾ 3 പോയിന്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഈ പോയിന്റ്സ് മക്കൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ്സ് ഓർത്ത് വെക്കണം. അപ്പൊ നമ്മള് ഓദറിനെ പറ്റി എഴുതി, മെയിൻ തീം എഴുതി. അടുത്ത് നമ്മൾ എന്താണ് എഴുതേണ്ടത്? സമ്മറി ആണ് എഴുതേണ്ടത്. യെസ്, എന്താണ് എഴുതേണ്ടത്? സമ്മറി ആണ് എഴുതേണ്ടത്. അപ്പൊ എന്താണ് നമ്മുടെ പോയത്തിൽ പറഞ്ഞിട്ടുള്ള സമ്മറി? എന്താണ് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പൊ എന്താ പറഞ്ഞത്? എ സ്മോൾ സീഡ്ലിംഗ് ലൈസ് ക്വയറ്റ്ലി ഇൻ ഡാർക്ക് സോയിൽ. യെസ്, നമ്മുടെ ശാന്തമായി, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ശാന്തമായിട്ടുള്ള നമ്മുടെ സീഡ്ലിംഗ് എവിടെയാണ്? ലൈസ് ക്വയറ്റ്ലി ഇൻ ഡാർക്ക് സോയിൽ. ആ ഡാർക്ക് സോയിൽ ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ? പിന്നെയോ, ഇറ്റ് നോസ് ഇറ്റ് ഈസ് നോട്ട് സ്ട്രോങ്. അതിനറിയാം എന്ത്? അത് സ്ട്രോങ് അല്ല എന്ന് അതിനറിയാം. ബട്ട് പ്രോമിസസ് ടു ഡു ദ ബെസ്റ്റ്. പക്ഷേ സീഡ്ലിംഗ് എന്ത് പ്രോമിസ് കൊടുത്തിരുന്നു? ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്യും എന്നുള്ള പ്രോമിസ് ആര് കൊടുത്തിരുന്നു? നമ്മുടെ സീഡ്ലിംഗ് കൊടുത്തിരുന്നു. പിന്നെയോ, സൺലൈറ്റ് ആൻഡ് റെയിൻ ഹെൽപ്പ് ഇറ്റ് ഗ്രോ. യെസ്, സൺലൈറ്റും റെയിനും അതിനെ എന്ത് ചെയ്തു? അതിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി അതിനെ ഹെൽപ്പ് ചെയ്തു.
ഫൈനലി ദ പ്ലാന്റ് ബിക്കംസ് ബ്യൂട്ടിഫുൾ ഫ്ലവർ. യെസ്, ഫൈനലി എന്ത് ചെയ്തു? ആ പ്ലാന്റ് എന്തായി? ആ പ്ലാന്റ് ബിക്കം ബ്യൂട്ടിഫുൾ ഫ്ലവർ ആയി മാറി. ഓർമ്മയില്ലേ? യെസ്. The poet advised the children to learn from seedling and face life bravely. Yes, എന്താ പറഞ്ഞ? പോയറ്റ് നമ്മളോട് അഡ്വൈസ് ചെയ്ത കാര്യം എന്തായിരുന്നു? ചിൽഡ്രൻ ടു ലേൺ ഫ്രം ദി സീഡ്ലിംഗ്. നമ്മൾ ആരിൽ നിന്ന് പഠിക്കണം? അല്ലെങ്കിൽ ആരെ കണ്ട് പഠിക്കണം? യെസ്, നമ്മൾ സീഡ്ലിങ്ങിനെ കണ്ട് പഠിക്കണം. പിന്നെയോ ആൻഡ് ഫേസ് ലൈഫ് ബ്രേവ്ലി. ധൈര്യത്തോടു കൂടി എന്ത് ചെയ്യണം? നമ്മുടെ ലൈഫിനെ, ജീവിതത്തെ നമ്മൾ നേരിടണം. ഇതാണ് നമ്മുടെ പോയറ്റ് നമ്മളെ അഡ്വൈസ് ചെയ്യുന്നത്, ആ സീഡ്ലിംഗ് എന്ന് പറയുന്ന പോയത്തിലൂടെ. അപ്പൊ ഇതൊരു സ്മോൾ സമ്മറിയാണ്. മിസ് തന്നിട്ടുള്ള ഈ 5 പോയിന്റും മക്കൾ ഓർത്തിരിക്കണം. 5 പോയിന്റും എക്സാം പേപ്പറിൽ വന്നിരിക്കണം. മെയിൻ ആയിട്ട് വരേണ്ട 5 പോയിന്റുകളാണ്. ഈ 5 പോയിന്റ് വന്ന ബാക്കി നിങ്ങൾ വാരി വലിച്ച് എഴുതും എന്ന് എനിക്കറിയാം. പക്ഷെ വാരി വലിച്ച് എഴുതുന്നതിനിടയിൽ നമ്മുടെ ഈ 5 പോയിന്റ് മുങ്ങിപ്പോകരുത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ സമ്മറിയും നോക്കി. പിന്നെ ഈ പോയം തരുന്ന മെസ്സേജ് അല്ലെങ്കിൽ മോറൽ എന്താണ് എന്നതും കൂടെ മെൻഷൻ ചെയ്യണം. എന്റെ മക്കളെ, നിങ്ങൾ എഴുതുന്നതിൽ ഒരുപാട് ആൾക്കാർ വിട്ടുപോകുന്ന ഒരു ഭാഗമാണ് ഏത്? അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങളോട് വിട്ടുപോകുന്ന ഒരു കാര്യമാണ് മെസ്സേജ് അല്ലെങ്കിൽ മോറൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരിക്കലും വിട്ടു പോകരുത്. ഇത് കാരണം ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ് നമ്മുടെ സീഡ്ലിംഗ് തരുന്ന മെസ്സേജ് എന്താണ്? എവരിവൺ മസ്റ്റ് ഫേസ് സ്ട്രഗിൾസ് ഇൻ ലൈഫ്. എന്താണ്? എല്ലാവരും എന്ത് ചെയ്യണം? സ്ട്രഗിൾസ്, ലൈഫിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യണം? ഫേസ് ചെയ്യണം എന്നാണ് ആ പോയത്തിൽ പറഞ്ഞത്, അല്ലേ? അല്ലാണ്ട് നമ്മളോട് ഓടി ഒളിക്കാനാണോ പറഞ്ഞത്? അല്ലല്ലേ. എന്താണ് പറഞ്ഞത്? യെസ്, എന്താണ് പറഞ്ഞത്? എങ്ങോട്ട് പോവരുതേ, ചടയ്ക്കരുതേ, ഇങ്ങോട്ട് വരണം, എല്ലാവരും ഉഷാറാക്കണം, അടിപൊളിയാക്കേണ്ടതാണ് നമുക്ക്. അപ്പൊ എന്താ പറഞ്ഞേ? ഈ പോയത്തിന്റെ ഒക്കെ അപ്രീസിയേഷൻ വന്ന സുഖാടാ, ഈസി ആയിട്ട് കിട്ടും മാർക്ക്. അപ്പൊ ഈ പോയിന്റുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് 6 അല്ലെങ്കിൽ എത്ര മാർക്കിനാണോ വരുന്നത്, എനിക്ക് തോന്നുന്നു 6 മാർക്കിനായിരിക്കും വരിക. 6 മാർക്കൊക്കെ സുഖമായിട്ട് കിട്ടും. അപ്പൊ എന്താണ് പറഞ്ഞത്? യെസ്, എവരിവൺ മസ്റ്റ് ഫേസ് സ്ട്രഗിൾസ് ഇൻ ലൈഫ്. ലൈഫില് എല്ലാവരും എന്ത് ചെയ്യാനാ പറഞ്ഞത്? സ്ട്രഗിൾസ്, ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? ഹാർഡ് വർക്ക് പ്ലസ് പേഷ്യൻസ് ഈസ് ഈക്വൽ ടു സക്സസ്. അല്ലേ? ഹാർഡ് വർക്ക് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. പേഷ്യൻസ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അല്ലേ? ഹാർഡ് വർക്ക് പ്ലസ് പേഷ്യൻസ് ഈസ് ഈക്വൽ ടു ആണ് എന്ത്? സക്സസ് വരുന്നത്. അല്ലേ? ഹാർഡ് വർക്ക് വേണം, അതിന്റെ കൂടെ എന്ത് വേണം? കുറച്ചൊരു ക്ഷമയും കൂടെ വേണം. മനസ്സിലായോ? അപ്പോൾ ഹാർഡ് വർക്കും ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ലഭിക്കുള്ളൂ. പിന്നെയോ ഈവൻ എ സ്മോൾ എഫേർട്സ് ലീഡ്സ് ടു എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. യെസ്, ഒരു ചെറിയ എഫേർട്ട് ഇടാം. നമ്മളിപ്പോൾ ഇടുന്ന തരത്തിലുള്ള ചെറിയ എഫേർട്ട് നിങ്ങൾ ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പറഞ്ഞാൽ ടു ഗ്രേറ്റ് അച്ചീവ്മെന്റ്. യെസ്, ഇപ്പൊ നിങ്ങൾ ഇടുന്ന ഈ ചെറിയ എഫേർട്ട് ഉണ്ടല്ലോ, ചെറുതൊന്നല്ല മിസ്സേ, ചെറിയ എഫേർട്ട് ഇടാ. നിങ്ങൾ ഇപ്പൊ ഇടുന്ന ചെറിയ എഫേർട്ട് എന്ത് ചെയ്യും? ഗ്രേറ്റ് അച്ചീവ്മെന്റിലേക്ക് എത്തും. എങ്ങനെയാ? നമ്മൾ A+ മേടിക്കുന്നു, ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് അല്ലേ? യെസ്, ആണല്ലേ? അപ്പൊ എന്താ പറഞ്ഞേ? ഈവൻ എ സ്മോൾ എഫേർട്സ് ലീഡ് ടു ഗ്രേറ്റ് അച്ചീവ്മെന്റ്. എന്താ പറഞ്ഞത്? ഒരു ചെറിയ എഫേർട്ട് എന്താവും? ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റിലായിരിക്കും. അപ്പൊ ഈ 3 പോയിന്റ് ആണ് നമുക്ക് ആ പോയം തരുന്ന മെസ്സേജ് അല്ലെങ്കിൽ മോറൽ. അപ്പൊ മക്കളെ, ഈ 3 പോയിന്റും വിട്ടുപോകരുത്, മറന്നു പോകരുത്, നോട്ട് ചെയ്ത് വെക്കണം, പഠിച്ചോളണം. ഓക്കെ. പിന്നെ എന്താ പറഞ്ഞ? പോയറ്റിക് ഡിവൈസസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പോയറ്റിക് ഡിവൈസസ് അപ്രീസിയേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. എന്തൊക്കെയാണ് പോയറ്റിക് ഡിവൈസസ്? എന്തൊക്കെയാണ് പോയറ്റിക് ഡിവൈസസ്? പേഴ്സോണിഫിക്കേഷൻ, അല്ലേ? ഫസ്റ്റ് എന്താണ്? പേഴ്സോണിഫിക്കേഷൻ. എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഒന്ന് പറഞ്ഞേ, ഞാൻ കേൾക്കും. പറഞ്ഞേ, പറയ്. യെസ്, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ക്വാളിറ്റീസ് ആർക്ക് കൊടുക്കുകയാണ്? ഒരു നോൺ ഹ്യൂമണിന് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയാ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാ. അപ്പൊ എന്താണ് പേഴ്സോണിഫിക്കേഷൻ? ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടോടാ? യെസ്, ഉണ്ട് അല്ലേ? അപ്പൊ പേഴ്സോണിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? പേഴ്സോണിഫിക്കേഷൻ ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണ്? ദ സീഡ്ലിംഗ് ടോക്സ് ആൻഡ് തിങ്ക് ലൈക്ക് എ ഹ്യൂമൻ. അല്ലേ? സീഡ്ലിംഗ് സംസാരിക്കുകയും ചിന്തിക്കുകയൊക്കെ. ഇത് ഒരു സീഡ്ലിംഗ്, ഒരു കുഞ്ഞു തൈ സംസാരിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യോ? ഇല്ല അല്ലേ? അപ്പൊ ഒരു ഹ്യൂമന്റെ ക്വാളിറ്റീസ് ആർക്ക് കൊടുത്തു? ഒരു നോൺ ഹ്യൂമൻ തിങ്ങിന് കൊടുത്തു. അപ്പോൾ ഇതാണ് പേഴ്സോണിഫിക്കേഷൻ. പിന്നെയോ മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് മെറ്റഫർ എന്ന് പറഞ്ഞാല്? എന്ത് പറഞ്ഞാൽ നിങ്ങൾ മെറ്റഫർ പറയുന്നത് എനിക്കറിയാം. എന്താണ് മെറ്റഫർ? യെസ്, കമ്പാരിസൺ ബിറ്റ്വീൻ 2 things വിത്തൗട്ട് യൂസിങ് ആസ് ഓർ ലൈക്ക്. ആസോ ലൈക്കോ ഉപയോഗിക്കാതെ 2 വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? മെറ്റഫർ എന്ന് പറയാം, അല്ലെ? പിന്നെ എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഇമേജറി. നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുക്കളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോയറ്റിക് ഡിവൈസസുകളെ
നമ്മുടെ പോയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പോയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കളോട് ഇതൊരിക്കലും എന്ത് ചെയ്യരുത്, എഴുതുന്ന തിരക്കിലും അപ്പുറത്തോനെ നോക്കുന്ന തിരക്കിലും അപ്പുറത്തോനെ കോപ്പി അടിക്കുന്ന തിരക്കിലും മറ്റവന് പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലൊന്നും മക്കളോട് പോയറ്റിക് ഡിവൈസസ് എഴുതാൻ വേണ്ടി എന്ത് ചെയ്യരുത്, വിട്ട് പോകരുത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? യെസ്. ഇനി നമുക്ക് ഈ പോയത്തിന്റെ അപ്രീസിയേഷൻ എന്ത് ചെയ്യണം, അപ്രീസിയേഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യണം അല്ലേ, ഒന്ന് അവസാനിപ്പിക്കണ്ടേ. എവിടെയെങ്കിലും വെച്ച് നിർത്തി അങ്ങ് പോരാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം, ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ലൈനിൽ വെച്ച് എന്ത് ചെയ്യാം, ഒന്ന് കൺക്ലൂഡ് ചെയ്യാം അല്ലേ. എന്താ, poem is inspiring because it encourages students, teachers, life values and easy comparison between nature and life. അല്ലേ, ഈ ലൈൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അപ്രീസിയേഷൻ എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക്, ഫുൾ മാർക്ക് എന്താണ്, ഫുൾ മാർക്ക് ഉറപ്പാണ്. അപ്പൊ മക്കൾ എന്നോട് എന്ത് ചെയ്യരുത്, ഇത്രയും കാര്യങ്ങൾ അപ്രീസിയേഷൻ എഴുതുന്നതില് മറന്ന് പോകരുത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സീഡ്രിങ്ങിന്റെ അപ്രീസിയേഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചെടുത്തു. ഓരോ ഫോർമാറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റ് ആയിട്ട് പഠിച്ചെടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യേ വേണ്ടു, എന്ത് ചെയ്യടാ വേണ്ടു, യെസ്, എക്സാം പേപ്പറിൽ എഴുതുക മാത്രമേ വേണ്ടൂ, അത് എഴുതാൻ വേണ്ടി മറന്നു പോവരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? യെസ്, ക്ലിയർ ആണ് അല്ലേ. പിന്നെ എന്താ പറഞ്ഞ, poetic devices പറഞ്ഞു, സീഡ്ലിംഗ് ഇൻസ്പയറിംഗ് ബിക്കോസ് ടീച്ചേഴ്സ് ലൈഫ് വാല്യൂസ് ആൻഡ് മോറൽസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് മറന്നു പോവരുത്, കറക്റ്റ് ആയിട്ട് ഓർമ്മ വേണം. നമ്മൾ പറഞ്ഞു പോയറ്റിനെ മെൻഷൻ ചെയ്യണം, പിന്നെ മെയിൻ തീം കൊടുക്കണം, സമ്മറി കൊടുക്കണം, മെസ്സേജ് അല്ലെങ്കിൽ മോറൽ കൊടുക്കണം. പിന്നെ എന്താ പറഞ്ഞത്, മെസ്സേജ് അല്ലെങ്കിൽ മോറൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പോയറ്റിക് ഡിവൈസസ് കൊടുക്കണം. പോയറ്റിക് ഡിവൈസസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഇത് കൺക്ലൂഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്തു, നമ്മുടെ അപ്രീസിയേഷൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണോ? യെസ്, ഓക്കെ ആണ് അല്ലേ, കറക്റ്റ് ആണേ. യെസ്.